സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലായിരിക്കും. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അസ്മ റഹീം അതിനെപ്പറ്റി പറയുന്നത് കാണാം. എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അസ്മ റഹീമാണ്. ഡോക്ടർ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണിത്. ഇപ്പം ഇങ്ങനെ ഒരു വെസ്റ്റ് നൈൽ പനി വന്നതോടുകൂടി എങ്ങനെയാണ് അതിൻ്റെ പനിയുടെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പനി കൂടുതൽ പേരിലേക്ക് വരുമോ എന്നൊക്കെ ഉള്ളത്. എന്താണ് ഈ വെസ്റ്റ് നൈൽ പനി? വെസ്റ്റ് നൈൽ പനി ഒരു ഫ്ലേവി വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് പരത്തുന്ന രോഗമാണ്. അപ്പോൾ അത് വെസ്റ്റ് നൈൽ വൈറസ് ആണത്. അത് കൊതുകുകളിലൂടെയാണ് അത് പകരുക. അപ്പോൾ ഈ ഫ്ലേവി വൈറസ് കൊതുകുകളിൽ കിടക്കുകയും അപ്പോൾ എങ്ങനെയാണ് ഈ കൊതുകുകൾക്ക് കിട്ടുന്നത് വെച്ചാൽ കൊതുകുകൾക്ക് പക്ഷികളിൽ നിന്നാണ് കിട്ടുന്നത്. കൊതുകുകൾ മനുഷ്യരെ കടിക്കുമ്പോൾ മനുഷ്യർക്ക് ഈ രോഗം പകരുന്നു. അങ്ങനെ മനുഷ്യരൊരു ഇൻസിഡൻ്റൽ ഹോസ്റ്റ് എന്ന് പറയും നമ്മൾ. ഈ ക്യൂലെക്സ് കൊതുക് അല്ലേ, അതല്ല അതിൻ്റെ പേര്? കൊതുകാണ് ഇത് പരത്തുന്നത്. ക്യൂലെക്സ് നമ്മൾ സാധാരണ നാട്ടിൽ വരുന്ന നൂയിസൻസ് മസ്കിറ്റോ, ചെവിക്ക് ചുറ്റും ഇങ്ങനെ മൂളിപ്പറക്കുമല്ലോ, ആ കൊതുകാണ് ഇത് പരത്തുന്നത്. ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ള രോഗമല്ലല്ലോ ഇത്. ആശങ്കപ്പെടേണ്ട ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം ഈ രോഗത്തിൻ്റെ പകർച്ച നോക്കുമ്പോൾ 80% പേർക്കും ഈ പനി അസിംറ്റമാറ്റിക് ആണ്, ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ തന്നെ പോകും. അപ്പം അതേസമയം 20% രോഗികൾക്ക് പനി, തലവേദന, ജോയിൻറ്റ് പെയിൻസ്, ഛർദി ഒക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ഒരു സാധാരണ വൈറൽ പനി വന്നു പോകുന്നതാണ്. പക്ഷേ ആശങ്ക എന്ന് പറയുമ്പോൾ 1% പേരിൽ അത് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ലക്ഷണങ്ങളായിട്ട് പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആശങ്ക വരിക. സീരിയസ് ആവുന്നത് അങ്ങനെ പ്രായമായവരും അപ്പം മറ്റ് രോഗങ്ങളുള്ളവരാണോ? അതെ, കൂടുതലും കാണപ്പെടുന്നത് പ്രായമായവരിലും അതുപോലെ മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ്, അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൽ പ്രതിരോധ മാർഗങ്ങളായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനം ക്യൂലെക്സിൻ്റെ കൊതുക് കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ പേഴ്സണൽ പ്രിക്കോഷൻസ് അല്ലേ എടുക്കേണ്ടത്. അപ്പം രാവിലെയും വൈകുന്നേരം ഡസ്റ്റ് ടു ഡോൺ എന്നാണ് പറയുക. അപ്പം ഡസ്റ്റ് ടു ഡോൺ ഇതിൻ്റെ എപ്പോഴും ഈ കടി കൊള്ളാതെ സൂക്ഷിക്കുക. പുറത്തിറങ്ങുമ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ, എപ്പോഴും പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കൊതുക് നശീകരണ ലേപനങ്ങൾ, അത് ഓർഗാനിക് ആവാം, ഇതൊക്കെ ഉപയോഗിച്ച് പുറത്തു പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ കൊതുക് അധികവും വളരുന്നത് മലിനജലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ്. അപ്പം നമ്മുടെ വീടിന് ചുറ്റും ഓവുചാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോർപ്പറേഷൻ കൗൺസിലറെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ കൂടി അതൊക്കെ ഓടയൊക്കെ മൂടാൻ ഒരിത് നടത്തിയാൽ നന്നായിരിക്കും. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. അതുകൊണ്ട് കൊതുകുകളിലെ കടി കൊള്ളാതിരിക്കുകയാണ് ഏറ്റവും വലിയ ആശ്വാസമാണത്. അതാണ്. പിന്നെ ജപ്പാൻ ജ്വരം പോലെ തന്നെ അത്ര സീരിയസും അല്ല, അതും നമുക്കൊരു ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്.